ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കട്ട്ലറ്റാണ് കേട്ടോ. ഉള്ളി വഴറ്റാനോ മസാല ഉണ്ടാക്കാനോ ഒന്നും നിൽക്കണ്ട. പിന്നെ ഈ ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കാൻ ഉരുളക്കിഴങ്ങും വേണ്ട കേട്ടോ. വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലറ്റാണ്. കഴിഞ്ഞ വർഷം റമദാനിൽ നമ്മൾ ഷവർമ കട്ട്ലറ്റ് എന്ന് പറഞ്ഞിട്ടൊരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റേതായ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആയ റെസിപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷവർമയുടെ ടേസ്റ്റിലൊക്കെ ഉള്ളൊരു കട്ട്ലറ്റാണ്. അതിൽ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവരൊക്കെ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കട്ട്ലറ്റ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോണതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സിമ്പിളായിട്ടുള്ള കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞതും, 1/2 കപ്പ് ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞതും, 3 ടേബിൾ സ്പൂൺ ക്യാബേജ് പൊടിയായിട്ട് അരിഞ്ഞതും, 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞതും ഒരു ബൗളിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം, എന്നാലും നമുക്ക് കട്ട്ലറ്റ് നല്ലപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കനാണ്. ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വേവിച്ച് മിക്സിയുടെ ജാറിലൊന്ന് കറക്കിയെടുത്ത എല്ലില്ലാത്ത കഷ്ണങ്ങളാണ് കേട്ടോ. ഇത് മൊത്തത്തിൽ അളന്നെടുത്തപ്പോൾ 1.5 കപ്പാണ് ഉണ്ടായിരുന്നത്. ചിക്കൻ എപ്പോഴും കൂടുതൽ വേണം കേട്ടോ. വെജിറ്റബിൾസ് എല്ലാം ചേർത്തിട്ട് അതിനേക്കാളും വേണം ചിക്കൻ, എന്നാലേ നമ്മുടെ ഏത് സ്നാക്കാണെങ്കിലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചിക്കനിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. പച്ചമുളകൊന്നും നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടില്ല കേട്ടോ. എരിവിന് കുരുമുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂണോളം മയോണൈസാണ് കേട്ടോ. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള മയോണൈസാണ്. മയോണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഒരുപാട് റെസിപ്പീസിലും സെപ്പറേറ്റ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ മയോണൈസ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഉരുളക്കിഴങ്ങിന് പകരമായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യം 3 സ്ലൈസസ് ബ്രെഡ് ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പൊടിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ പൊട്ടിച്ചിട്ട് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ 3 സ്ലൈസസ് ചേർത്തു. പിന്നെ ഒരു 2 സ്ലൈസസും കൂടെ ചേർത്തപ്പോഴാണ് കറക്റ്റായിട്ട് വന്നത് കേട്ടോ. നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റണം. ആ ഒരു പരുവത്തിൽ ബ്രെഡ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഓരോ ഉരുളയാക്കി എടുത്തിട്ട് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ കുപ്പിയുടെ അടുപ്പ് വെച്ചിട്ടോ കട്ട്ലറ്റ് മോൾഡ് വെച്ചിട്ടൊക്കെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനെല്ലാം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ടയിൽ കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്കിത് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം കോഴിമുട്ടയിൽ ഓരോന്നും ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ബ്രെഡ് ക്രംസ് ഒരു പരന്ന പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ കോഴിമുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് എല്ലാം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് കൈയൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ബ്രെഡ് ക്രംസ് എന്ന് പറയുമ്പോൾ സാധാരണ ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. അതാണ് എനിക്ക് എപ്പോഴും നല്ല ക്രിസ്പി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ചൂടാക്കുകയൊന്നും ചെയ്യാതെ നേരിട്ട് ബ്രെഡ് പൊടിച്ചെടുത്ത ബ്രെഡ് പൊടി. അപ്പോൾ ഞാനിത് ഓരോന്നും ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എല്ലാം ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ചൂടുള്ള എണ്ണയിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ഇതിലുള്ള വെജിറ്റബിൾസൊക്കെ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി. നല്ല പോലെ വെന്ത് കിട്ടുമൊന്നും വേണ്ട. ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ആ ഒരു ബ്രെഡ് ക്രംസ് പുറത്തുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് മൊരിഞ്ഞു വരും. ആ ഒരു ടൈം കൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള വെജിറ്റബിൾസൊക്കെ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും. അത്ര മതി. അതാണ് ഈ ഒരു കട്ട്ലറ്റിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഉരുളക്കിഴങ്ങില്ലാതെ വെറും 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്